ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അത് അറിയും ചെയ്തു. അതായത് കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ ഇന്നലെ സീക്രട്ട് ഏജന്റ് സായിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സായി പറയുന്നു കുറച്ച് പെയ്ഡ് ആയിട്ടുള്ള കമന്റ്സ് ആണ് സായിക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതെന്നും, അതായത് കുറച്ച് PR ടീമുകളെ ഏൽപ്പിച്ചിട്ടുള്ള പരിപാടി. അതായത് സായിയുടെ വീഡിയോ വരുമ്പോഴത്തേക്ക് ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവന്നത് ഇട്ട് കൊടുക്കുമ്പം അവിടുന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്ന് സായിയെ നെഗറ്റീവായിട്ട് വന്നിരുന്ന് കമൻ്റ് ഇടുകയും പൂര തെറി പറയുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സായി പറയുന്നത്. എനിക്കറിയാൻ വയ്യ സത്യം പറഞ്ഞാൽ ഇവന് വേണ്ടി ഇത്രയും കാശ് മുടക്കിയിട്ട് ആരാണ് ഇത്രയും മെനക്കെട്ട പണി ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഓഫ്കോഴ്സ് സായിക്ക് കുറച്ച് ഹെയ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം പൊതുവേ ആ ഒരു കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഞാനും നാളെ ചെയ്യിപ്പിക്കാം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് വരും. മനസ്സിലായില്ലേ? ഇത് അങ്ങനെ വരത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും സായി പറഞ്ഞ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇയാളെ ഇപ്പൊ കണ്ട കോമഡി ആയിട്ട് തോന്നും. ഇയാളുടെ സംസാരം ഇപ്പൊ കേട്ടാ ചിരി വരും. എനിക്കറിയാൻ പാടില്ല, സീരിയസ് ആയിട്ട് നമ്മളൊരു കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് അതങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അത് നിങ്ങൾക്ക് എത്ര മനസ്സിലായിട്ടും മനസ്സിലാവാത്ത മാതിരിയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല എന്താ പറയുക, ചില ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഇരുന്നിട്ട് ഇപ്പൊ ഒരാളുടെ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ പൊന്ന് സായി, നീ സീരിയസ് ആയിട്ട് പറയുന്നത് ആൾക്കാർക്ക് അത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇതെല്ലാം ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ്. ബിഗ് ബോസിന് മുന്നേ ഉള്ള സീക്രട്ട് ഏജൻറ്റിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. കാര്യം അറിയാലോ, റിയാക്ഷൻ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ നിങ്ങളെ കണ്ടിട്ടായിരുന്നു പല ആൾക്കാരും വീഡിയോസ് ഉൾപ്പെടെ റിയാക്ട് ചെയ്യാനും എടുക്കാനും എല്ലാം തുടങ്ങിയത്. ആ ഒരു സാധനം കംപ്ലീറ്റ് കൊണ്ട് കളഞ്ഞത് ഈ പറയുന്ന ബിഗ് ബോസ് ഗെയിമാണ്. അതിനെ ഒരിക്കലും വന്ന് നമുക്ക് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, സീസൺ 2 ആൾക്കാരും സീസൺ 1 ആൾക്കാർക്കും ഇപ്പോഴും സൈബർ ബുള്ളിങ് ഉണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നെഗറ്റീവ് കമൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതൊന്നും ഒരിക്കലും മാറത്തില്ല. അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു ഷോയുടെ ഒരു പ്രത്യേകത. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ ആ ഷോയിലോട്ട് പോകുന്നത്. എന്തായാലും ബാക്കിയോടെ കണ്ടു നോക്കാം. അതായത് വാണ്ടഡ്ലി ഒരു കമന്റ് മുകളിൽ വരികയാണ്, എന്ത് ഇത് ഇയാള് സംസാരം കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടോ, ഇയാൾ വെറും കോമഡി ചിരിക്കാനായിട്ട് വരുന്നവർ. അതായത് ഞാൻ പറഞ്ഞത് ചിരിപ്പിക്കല്ലേ. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അത് അറിയും ചെയ്തു. അതായത് കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ വീഡിയോ ഇട്ട ഉടനെ തന്നെ ലിങ്ക് എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു, അടിക്കാനുള്ള കമന്റുകൾ ഒരു 5-10 കൊടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിൽ അടിച്ചു എന്ന് പറയുന്നു, കോപ്പി പേസ്റ്റ് അടിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അടിച്ചു എന്ന് പറയുന്നു, പോകുന്നു. ഒരു വ്യക്തിക്ക് തന്നെ 2-3 Gmail അക്കൗണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് അടിച്ചടിച്ച് ഇതൊരു പാറ്റേൺ പരിപാടിയാണ്. ഇതാണ് സായി പറയുന്നത്. അതായത് PR ഏജൻസി പോലൊരു പരിപാടി ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടുന്നു, അതിനകത്ത് എന്തൊക്കെ കമൻസ് ആണ് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അതേപോലെ വന്നിരുന്ന് കമൻറ്റ് ഇടുന്നു. എൻ്റെ പൊന്ന് സായി, ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല ആരും ഈ പറയുന്ന പോലെ തന്നെ പെയ്ഡായിട്ട് വന്നിരുന്ന് കമൻറ്റ് ഇടുവാണ് എന്ന്. കാര്യം നെഗറ്റീവ് കമൻസ് തീർച്ചയായിട്ടും വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി തന്നെ ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട് ബിഗ് ബോസിൽ പോയിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു സാധനം വരുന്നത്. ആൾക്കാർക്കത് നീ സീരിയസ് ആയിട്ട് പറയുന്ന സാധനം ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ സായിക്ക് ഈ പറയുന്ന പോലെ തന്നെ ശത്രുക്കൾ വേറെ വെക്കേണ്ട ആവശ്യമുണ്ടോ? അതും പൈസയും മുടക്കി നിനക്ക് വേണ്ടി ഇത്രയും വന്ന് കാശ് മുടക്കിയിട്ട് വന്നിരുന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടിപ്പിക്കേണ്ട അവസ്ഥ വരാം. അത്രയും ഒരു ഗതി കെട്ടവനെ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് വേണ്ടി കാശ് മുടക്കിയിട്ട് വന്നിരുന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടേണ്ട ആവശ്യം എന്തോ? നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വിഷയമല്ല, നെഗറ്റീവ് കമൻറ്റ് ഇടുന്തോറും എൻ്റെ വീഡിയോ കയറിക്കൊണ്ടേ ഇരിക്കുമെന്ന് നീ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ അടുത്ത് വന്നിരുന്ന സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നാൾ എന്തായാലും ഇങ്ങനെയൊക്കെ വരും. നല്ലൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സായി നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്ന കേസേ ഉള്ളൂ.
പക്ഷേ ഇതിങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് ഈ പറയുന്ന സായിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടാണ് സായി അതിനകത്തോട്ട് കയറി ചെന്നത്. അവർ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാനൊരിക്കലും സായി ഒരു എതിരാളിയായിട്ടേ കണ്ടിട്ടില്ല, അത് വേറൊരു സത്യം. ഞാൻ സായിയെ പറ്റിയിട്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും ഗെയിമിനെ പറ്റി റിലേറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനകത്ത് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ പറയുന്ന സായി കൃഷ്ണനെ ഒരിക്കലും ഒരു മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ വന്ന് സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിവേ ആ ഒരു വിഷയം വിടാം. എന്തായാലും ഇങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോഴത്തേക്ക് കാണുന്ന ആൾക്കാർ മണ്ടന്മാരല്ല എന്നും കൂടി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. കാര്യം അതിൻ്റെ താഴെ വന്ന് ഇപ്പോഴും വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നു, എനിക്ക് കാശ് കിട്ടിയില്ല, ഞാൻ ഇപ്പോൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. കാര്യം സായിയുടെ വീഡിയോയുടെ താഴെ വരുന്ന പകുതി പ്രൊഫൈലും ഒറിജിനൽ ഐ ഡി തന്നെയാണ്. അല്ലാതെ ഫേക്ക് പ്രൊഫൈലായിട്ട് വളരെ കുറച്ചൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ബാക്കിയെല്ലാം നല്ല തലയും വാലും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന പൈസ കൊടുത്ത് ചെയ്തവരായിട്ടത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ബാക്കിയോടെ കണ്ടുവെക്കാം. സ്വാഭാവികമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് എത്ര കാലം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. അല്ല, ഇത് വേറെ കാര്യമുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്. ജെനുവിൻ ആയിട്ട് ഞാൻ ആ ഷോയില് പോയ സമയത്ത് അവരെന്റെ പെർഫോമൻസ് വിചാരിച്ചത് സീക്രട്ട് ഏജന്റ് എന്താ പോയി ബോംബിട്ട് തകർത്ത് പണ്ടാറടക്കി പോകുന്നു എന്ന് വിചാരിച്ചവർക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് അവർ വിചാരിച്ച രീതിയിലല്ല ഞാൻ അവിടെ പോയിട്ട് കളിച്ചതും അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്തതും വേറൊരു കാര്യമായിരുന്നു. അപ്പൊ ചിലപ്പോ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ട് അവർക്ക് ദേഷ്യം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിട്ട് പോവാം. ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ. കാര്യം അവിടെ പോയിട്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരാളെ അവിടെ ആർക്കും കാണാൻ പറ്റിയില്ല. നേരെ മറിച്ച് കണ്ണൻ സായിയാണ് അവിടെ കാണാൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആൾക്കാർ വന്നിരുന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് മെജോറിറ്റി ആൾക്കാർ ഫുള്ള്. അല്ലാതെ ഈ പറയുന്ന പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്തതൊന്നുമല്ല. ഈ പറഞ്ഞത് ന്യായമാണ്. ഈ സാധനം അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതി. അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ പറയുന്ന കമൻസും ഈ ചീത്തവിളിയും കാര്യങ്ങളെല്ലാം അവിടെ തീരാവുന്ന കാര്യമേ ഉള്ളൂ. കാര്യം ഞാൻ എൻ്റെ ഗെയിം സത്യം പറഞ്ഞാൽ അതിനകത്ത് പോയത് നിങ്ങൾ പ്രതീക്ഷ പോലെ നിങ്ങളെല്ലാവരെയും എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റിയില്ല. അതെൻ്റെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന കാര്യമുള്ളൂ. അതിന് ഇനി പെയ്ഡാക്കി, അതിന് PR ടീമിനെ ആക്കി, ഈ മറ്റേ ശത്രുക്കൾ എന്തൊക്കെ അതിനകത്ത് വരുത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ ആൾക്കാർ കാണുന്ന ഒരു മണ്ടന്മാരല്ല. വീണ്ടും 2-3 കമൻറ്റും കൂടെ അവർ എഴുതിയിടും. ഇങ്ങനെയൊക്കെ വന്നിരുന്ന കാശ് മേടിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ഒന്നും പറയുമ്പോൾ ആൾക്കാർക്ക് വീണ്ടും ഒന്നും കൂടെ ദേഷ്യം വരത്തേ ഉള്ളൂ. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് ഇനി ലൈക്ക് എന്താ പറയാ, സോറി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. വളരെ ജെന്യുവൻ ആയിട്ടാണ് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഞാൻ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെനിക്ക് റീസൺ ഉണ്ട്, വ്യക്തമായ റീസൺ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരോടും ഞാൻ ആ റീസൺ പറഞ്ഞിട്ടല്ല ഇവിടുന്ന് പോയത്. കാരണം ആ റീസൺ എനിക്ക് ഇവരോട് അപ്പം പോകുമ്പോൾ പറയാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് പറയാതെ പോയത്. അപ്പോൾ അങ്ങനെ ഡിസപ്പോയിൻമെന്റ് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജെനുവിൻലി ഞാൻ ആ കാര്യത്തിൽ നിങ്ങളോട് സോറി പറയാം. നിങ്ങളെ ഡിസപ്പോയിന്റ്മെന്റ് ആക്കിയതില്ല. അല്ല, അവര് ഡിസപ്പോയിന്റഡ് ആവൂടി, അത് നമ്മളെ വ്യൂവേഴ്സ് അല്ലേ, അല്ല നമ്മളെ വ്യൂവേഴ്സ് ആണ്. അപ്പൊ അവര് അങ്ങനെ ഒരു സംഗതി എന്നോട് പലരും വന്ന് പറഞ്ഞു, ബ്രോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അത് പോയപ്പോഴാണ് എനിക്ക് സോറി പറയാനുണ്ട്. അപ്പം സായി തന്നെ അതിന് സോറി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ഡിസപ്പോയിൻമെൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോറിയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ആദ്യമേ. അല്ലാതെ വെറുതെ വന്നിരുന്ന് PR ഏജൻസി ശത്രുക്കൾ എന്തൊക്കെയാടേ വന്നിരുന്ന് പറയണത്. അത് സിമ്പിളായിട്ട് വന്നിരുന്ന് പറഞ്ഞാൽ മതി. അവസാനം പറഞ്ഞ സാധനം സിമ്പിളായിട്ടുള്ള സാധനമാണ്. അത് ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് നിങ്ങൾ പ്രതീക്ഷ കണക്ക് വലിയൊരു സംഭവമാകാൻ പറ്റിയില്ല, എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞാൽ ഖലാസ്, അത്രയേ ഉള്ളൂ. അതാണ് സിമ്പിൾ പരിപാടി. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.